Good evening, dear students. നമുക്ക് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ വെൽ ഫോംഡ് ഫോർമുലാസ് വെച്ചിട്ടാണ് നിർത്തിയത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫറൻസ് റൂൾസ്. ഓക്കെ, അപ്പോൾ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വി നീഡ് ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടേഴ്സ് വിച്ച് ക്യാൻ ക്രിയേറ്റ് ന്യൂ ലോജിക് ഫ്രം ഓൾഡ് ലോജിക് ഓർ ബൈ എവിഡൻസ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, ഓൾഡ് ലോജിക്കിൽ നിന്ന് ന്യൂ ലോജിക്ക് ജനറേറ്റ് ചെയ്യും. ഓർ ബൈ എവിഡൻസ് കൊടുത്താൽ ന്യൂ ലോജിക്ക് ജനറേറ്റ് ചെയ്യും. സോ ജനറേറ്റിംഗ് ദ കൺക്ലൂഷൻ ഫ്രം എവിഡൻസ് ആൻഡ് ഫാക്ട് ഈസ് ടേംഡ് ആസ് ഇൻഫറൻസ്. അപ്പോൾ ഇൻഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ കൺക്ലൂഷൻ ഫ്രം എവിഡൻസ് ആൻഡ് ഫാക്റ്റിൽ നിന്നും എവിഡൻസിൽ നിന്നും ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുവാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ഇൻഫറൻസ് റൂൾസ്. ഓക്കെ, അപ്പോൾ ഇൻഫറൻസ് റൂൾസ് ആർ ദ ടെംപ്ലേറ്റ്സ് ഫോർ ജനറേറ്റിംഗ് വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റുകളാണ് എന്തെന്ന് പറയുന്നത് ഇൻഫറൻസ് റൂൾസ് എന്ന് പറയുന്നത്. ഇൻഫറൻസ് റൂൾസ് ആർ അപ്ലൈഡ് ടു ഡിറൈവ് പ്രൂഫ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ പ്രൂഫ് ഈസ് എ സീക്വൻസ് ഓഫ് ദ കൺക്ലൂഷൻ ദറ്റ് ലീഡ്സ് ടു ദ ഡിസൈഡ് ഗോൾ. അതായത് ഒരു ഗോൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് കൺക്ലൂഷനെയാണ് അതെന്ന് പറയുന്നത് ഇൻഫറൻസ് റൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫറൻസ് റൂൾസ് ആർ ദ ടെംപ്ലേറ്റ്സ് ഫോർ ജനറേറ്റിംഗ് വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സിനെ എന്തെന്ന് പറയാം, ഇൻഫറൻസ് റൂൾസ് എന്ന് പറയാം. In inference rules, the implication among all the connectives plays an important roles. ഓരോന്നിനും ഓരോരോ ഇമ്പോർട്ടൻറ്റ് റോൾ അത് പെർഫോം ചെയ്യുന്നുണ്ട്. സം ടെക്നോളജീസ് ഇൻഫറൻസ് റൂൾസിൽ യൂസ് ചെയ്യുന്ന സം ടെക്നോളജീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇംപ്ലിക്കേഷൻ. നിങ്ങൾക്കറിയാം ഇതൊക്കെ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലോജിക്കൽ കണക്റ്റീവ്സ് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പി ഇംപ്ലൈസ് ക്യൂ. ഇറ്റ് ഈസ് എ ബൂളിയൻ എക്സ്പ്രഷൻ. അതായത് നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ഒക്കെ നമ്മൾ എന്താ ടോട്ടോളജി ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ലോജിക്കൽ കണക്റ്റീവ്സ് പറഞ്ഞായിരുന്നു. പ്രൊപ്പോസിഷണൽ ലോജിക്കിൻ്റെയും പ്രിഡിക്കേറ്റ് ലോജിക്കിൻ്റെ അതിനകത്ത് ഇംപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലോജിക്കൽ കണക്റ്റീവ്സ് ആണെന്ന് പറയാം. സെക്കൻഡ് വൺ, കോൺവേഴ്സ്. ദ കോൺവേഴ്സ് ഓഫ് ഇംപ്ലിക്കേഷൻ വിച്ച് മീൻസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൊപ്പോസിഷൻ ഗോസ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ക്യൂ ഇംപ്ലൈസ് പി, അല്ലെങ്കിൽ ക്യൂ കൺവേഴ്സ് പി ഇംപ്ലൈസ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ കൺവേഴ്സ് പി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, കോൺട്രാപോസിറ്റീവ് എന്ന് വെച്ചാൽ ദ നെഗേഷൻ ഓഫ് കൺവേഴ്സ് ഈസ് ടേംഡ് ആസ് കോൺട്രാപോസിറ്റീവ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ കോൺട്രാപോസിറ്റീവ് ടു നെഗേഷൻ പി എന്ന് പറയാം. നെഗേഷൻ ക്യൂ കോൺട്രാപോസിറ്റീവ് ടു നെഗേഷൻ പി. നെക്സ്റ്റ് ഇൻഫറൻസ് റൂൾ എന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്. ദ നെഗേഷൻ ഓഫ് ഇംപ്ലിക്കേഷൻ ഈസ് കാൾഡ് ഇൻവേഴ്സ്. അതായത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെഗേഷൻ ഓഫ് ഇംപ്ലിക്കേഷൻ ഈസ് കാൾഡ് എന്താണ്, ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫ്രം ദ നമ്മളിപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻ, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ആൻഡ് ഇൻവേഴ്സ് ചെയ്യുന്ന നമുക്കൊരു ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യും. ഇതൊക്കെ നമ്മൾ ടോട്ടോളജി ആൻഡ് ടോട്ടോളജിയൊക്കെ പറഞ്ഞപ്പോൾ കോൺട്രാഡിക്ഷനൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിത് ഈ ടേബിളും ഒക്കെ വരച്ച് പ്രൂവ് ചെയ്താണ്. അതിൽ ഏതെങ്കിലും ഒരു ടേബിൾ എടുത്ത് നിങ്ങൾ പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ഓഫ് ഇൻഫറൻസ് റൂൾസ്. ഏതൊക്കെയാണ് ഇൻഫറൻസ് റൂൾസ് ടൈപ്പ് എന്നുള്ളത്? ഒന്ന് മോഡസ് പോനൻസ്, സെക്കൻഡ് വൺ മോഡസ് ടോളൻസ്, third one hypothetical syllogism, fourth one disjunctive syllogism, next one the addition, sixth one simplification, seventh one resolution. ഒന്നുകൂടെ പറയാം, മോഡസ് പോനൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിലോജിം, ഡിസ്ജങ്ക്റ്റീവ് സിലോജിം, അഡീഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഫറൻസ് റൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ മോഡസ് പോനൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റൂൾ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ ഓഫ് ഇൻഫറൻസ് ആണ് ഏതെന്ന് പറയുന്നത് മോഡസ് പോനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് പി ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ട്രൂ, പിയും പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻഫർ ദാറ്റ്, അതായത് നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം, ക്യൂ വിൽ ബി ട്രൂ. പിയും പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ക്യൂ വിൽ ബി ട്രൂ. അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നൊട്ടേഷൻ ഫോർ മോഡസ് പോനൻസ് എന്ന് പറയുന്നത് ഉണ്ടാവും. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി ആർ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ക്യൂ വിൽ ബി ദെർഫോർ ക്യൂ വിൽ ബി ട്രൂ. നെക്സ്റ്റ് വൺ മോഡസ് ടോളൻസ്. മോഡസ് ടോളൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റൂൾ ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നെഗേഷൻ ക്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ നെഗേഷൻ പി എന്തായിരിക്കണം, ആൾസോ ട്രൂ ആയിരിക്കും. പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നെഗേഷൻ ക്യൂ ട്രൂ ആയിരിക്കും, നെഗേഷൻ പിയും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് നൊട്ടേഷൻ ഫോർ മോഡസ് ടോളറൻസ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ ട്രൂവും നെഗേഷൻ ക്യൂ ട്രൂവും ആണെന്നുണ്ടെങ്കിൽ ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് നെഗേഷൻ പി ഈസ് ആൾസോ ട്രൂ. ദാറ്റ് ഈസ് കോൾഡ് മോഡസ്
tolerance. Okay, then hypothetical syllogism. The hypothetical syllogism rule state that if P implies R is true ആണെന്നുണ്ടെങ്കിൽ true whenever P implies Q is true. അതായത് P implies Q true ആവുമ്പോഴെല്ലാം P implies R എന്തായിരിക്കും true ആയിരിക്കും, and Q implies R is also true. P implies R true ആണെന്നുണ്ടെങ്കിൽ P implies Q true ആയിരിക്കും, Q implies R എന്തായിരിക്കും true ആയിരിക്കും. So it can be represented as the following notation. Okay, അതിനകത്ത് നൊട്ടേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ എഴുതുന്ന മുകളിൽ P implies Q, P implies Q, Q implies R കൊടുത്തിട്ട് എന്താ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം, Q implies R കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ജങ്ക്റ്റീവ് സിലോജിയം. ഡിസ്ജങ്ക്റ്റീവ് സിലോജിയം റൂൾ പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് പി ഓർ ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് നെഗേഷൻ പിയും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ വിൽ ബി ട്രൂ. പി ഓർ ക്യൂവും നെഗേഷൻ പിയും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ വിൽ ബി എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ മോഡസ് പോനൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിലോജിയം, ദെൻ ഡിസ്ജങ്ക്റ്റീവ് സിലോജിയം. ഓക്കെ, അപ്പോൾ ഡിസ്ജങ്ക്റ്റീവ് സിലോജിയം എന്താണ് എഴുതിയിരിക്കുന്നത്, പി ഓർ ക്യൂ ന്യൂമറേറ്ററിൽ പി ഓർ ക്യൂ ട്രൂ ആയിരിക്കണം, നെഗേഷൻ പിയും ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ക്യൂവും എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, അഡീഷൻ. അഡീഷൻ റൂൾ ഈസ് ദ കോമൺ ഇൻഫറൻസ് റൂൾ ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് പി ഈസ് ട്രൂ ദെൻ പി ഓർ ക്യൂ വിൽ ബി ട്രൂ. പി ട്രൂ ആണെന്നുണ്ടെങ്കിൽ പി ഓർ ക്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് അഡീഷൻ ഇൻഫറൻസ് റൂൾ. ഓക്കെ, സിക്സ്ത് വൺ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ. ദ സിംപ്ലിഫിക്കേഷൻ റൂൾ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ ഈസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ ക്യൂവും പിയും എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. പി ഇൻ്റർസെക്ഷൻ ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂവും പിയും ട്രൂ ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പി ഇൻ്റർസെക്ഷൻ ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ട്രൂ ആയിരിക്കും, ഓർ പി ഇൻ്റർസെക്ഷൻ ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ പിയും എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, റെസൊല്യൂഷൻ. ദ റെസൊല്യൂഷൻ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് പി ഓർ ക്യൂ ആൻഡ് പി നെഗേഷൻ പി ഇൻ്റർസെക്ഷൻ ക്യൂ ആർ ഈസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഓർ ആർ വിൽ ബി ആൾസോ ട്രൂ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, അതായത് പി ഓർ ക്യൂവും നെഗേഷൻ പി ഇൻ്റർസെക്ഷൻ ആറും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഓർ ആർ എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് ഇൻഫറൻസ് റൂൾസ്? മോഡസ് പോനൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിലോജിയം, ഡിസ്ജങ്ക്റ്റീവ് സിലോജിയം, അഡീഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ദെൻ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇൻഫറൻസ് റൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് പ്രൊപ്പോസിഷണൽ ആസ് വെൽ ആസ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. പ്രെഡിക്കേറ്റ് ലോജിക്കിലും പ്രൊപ്പോസിഷണൽ ലോജിക്കിലും വി ക്യാൻ യൂസ് ദ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അതായത് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് മെത്തഡ് ഈസ് ബേസിക്കലി യൂസ് ഫോർ പ്രൂവിങ് ദ സാറ്റിസ്ഫയബിലിറ്റി ഓഫ് ഒരു സെൻറ്റൻസിൻ്റെ സാറ്റിസ്ഫയബിലിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ക്യാൻ യൂസ് ദ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ. ഇൻ റെസൊല്യൂഷൻ മെത്തേഡ് വി യൂസ് പ്രൂഫ് ബൈ റെഫ്യൂട്ടേഷൻ ടെക്നിക് ടു പ്രൂവ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. റെഫ്യൂട്ടേഷൻ ടെക്നിക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസൊല്യൂഷനിൽ പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇൻഫറൻസ് റൂളാണ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ബോത്ത് പ്രൊപ്പോസിഷണൽ ആൻഡ് ആസ് വെൽ ആസ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ ഡിഫറെൻറ്റ് വേസിൽ വി ക്യാൻ യൂസ് ദ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ. ദിസ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് ബേസിക്കലി യൂസ്ഡ് ഫോർ പ്രൂവിങ് ദ സാറ്റിസ്ഫയബിലിറ്റി ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ സാറ്റിസ്ഫയബിലിറ്റീസ് എന്താണ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ക്യാൻ യൂസ് ദ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. ദ കീ ഐഡിയ ഫോർ ദ റെസൊല്യൂഷൻ മെത്തേഡ് ഈസ് ടു യൂസ് ദ നോളജ് ബേസ് ആൻഡ് നെഗേറ്റഡ് ഗോൾസ് ടു ഒബ്റ്റെയിൻ നൾ ക്ലോസ്. അതായത് എന്താ, കോൺട്രാഡിക്ഷൻ എത്തിച്ചേരുന്നത് വരെ നമ്മളെന്താ റെസൊല്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും. റെസൊല്യൂഷൻ മെത്തേഡ് ഈസ് ഓൾസോ കാൾഡ് പ്രൂഫ് ബൈ റെഫ്യൂട്ടേഷൻ എന്നും പറയാം. റെസൊല്യൂഷൻ പ്രിൻസിപ്പിളിനെ എങ്ങനെയും പറയാം, പ്രൂഫ് ബൈ റെഫ്യൂട്ടേഷൻ എന്ന് പറയാം. സിൻസ് ദ നോളജ് ബേസ് ഇറ്റ്സെൽഫ് ഈസ് കൺസിസ്റ്റന്റ്, ദ കോൺട്രാഡിക്ഷൻ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നെഗേറ്റഡ് ഗോൾ. ആസ് എ റിസൾട്ട് വി ഹാവ് ടു കൺക്ലൂഡ് ദാറ്റ് ദ ഒറിജിനൽ ഗോൾ ഈസ് ട്രൂ. അപ്പോൾ നെഗേഷൻ എത്തിച്ചേരുന്നവരെ, അല്ലെങ്കിൽ കോൺട്രാഡിക്ഷൻ എത്തിച്ചേരുന്നത് വരെ, നെഗേറ്റഡ് ഗോൾ എത്തിച്ചേരുന്നവരെ എന്താണ് റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊപ്പോസിഷണൽ കാൽക്കുലസിലും പ്രെഡിക്കേറ്റ് കാൽക്കുലസിലും അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിലും നമുക്ക് ഏത് യൂസ് ചെയ്യാം, റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രൊപ്പോസിഷണൽ ലോജിക്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പോസിഷണൽ ലോജിക്കിലും പ്രെഡിക്കേറ്റ് ലോജിക്കിലും നമുക്ക് വി ക്യാൻ യൂസ് ദ റെസൊല്യൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് ഇൻഫറൻസ് റൂൾസ്? മോഡസ് പോനൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിലോജിയം, ഡിസ്ജങ്ക്റ്റീവ് സിലോജിയം, ദെൻ അഡീഷൻ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഓക്കെ.